സിനിമയിലെ മിറർ ഷോട്ടുകൾ. സിനിമയിൽ മിക്കപ്പോഴും കണ്ണാടി വെറും ഒരു പ്രോപ്പർട്ടി മാത്രമല്ല, നല്ല ഫിലിം മേക്കേഴ്സിന് അത് ഒരു വിഷ്വൽ മെറ്റഫോർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ പ്രതീകാത്മകമായി മിറർ ഷോട്ടുകൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇന്നർ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡ്യുവാലിറ്റി. സിനിമയിൽ ഒരു കഥാപാത്രം തന്റെ ഉള്ളിലെ നല്ലതും ചീത്തയുമായ വശങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ മിറർ ഷോട്ട് വഴി ഈ പോരാട്ടം ഒരു ദൃശ്യമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ക്യാമറ കണ്ണാടിയിലുള്ള കഥാപാത്രത്തിന്റെ മുഖം സൂം ചെയ്യുമ്പോഴേക്കും പ്രേക്ഷകർക്ക് അവന്റെ മനസ്സിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത് ഐസൊലേഷനും ലോൺനെസ്സും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മിറർ ഷോട്ടുകൾ ഒറ്റപ്പെടലിന്റെ വികാരം പൂർണ്ണമായും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ഷോട്ടുകളാണ്. ഒരു കഥാപാത്രം കണ്ണാടിയിൽ നോക്കി സ്വയം സംസാരിക്കുകയോ തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ അവന്റെ മനസ്സിന്റെ ഒറ്റപ്പെടലിനെ പൂർണ്ണമായിട്ടും ഓഡിയൻസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് ട്രാൻസ്ഫോർമേഷനും ബിക്കമിങ്ങും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് മാറ്റം കാണിക്കാൻ വേണ്ടി പുതിയൊരു പവറോ അതുപോലെ തന്നെ പുതിയൊരു രൂപമാറ്റമോ ഒക്കെ കഥാപാത്രത്തിന് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം സ്വീകരിക്കുമ്പോൾ കണ്ണാടിയിലെ മുഖം ആ മാറ്റത്തെ ഈസിലി ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു. ഈ രംഗങ്ങൾ പലപ്പോഴും ഒരു പുതിയ തുടക്കത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയ മാറ്റത്തിന്റെ തുടക്കമായിട്ടും അടയാളമായിട്ടും ഒക്കെ ആയിരിക്കും ഓഡിയൻസിലേക്ക് ഫിലിം മേക്കേഴ്സ് എത്തിക്കുക. നാലാമത്തത് മാഡ്നസ് അല്ലെങ്കിൽ ഒബ്സഷൻ കാണിക്കാൻ വേണ്ടി ഒരു കഥാപാത്രത്തിന്റെ മുഖം കണ്ണാടിയിൽ മാറുകയോ അവന്റെ പ്രതിബിംബം വേറെ രീതിയിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അവന്റെ മനോവിഭ്രാന്തിയെ ഓഡിയൻസിലേക്ക് വ്യക്തമായി എത്തിക്കാൻ സഹായിക്കുന്നു. ഈ മിറർ ഷോട്ടുകൾ ക്യാരക്ടേഴ്സിന്റെ മനസ്സിന്റെ തകർച്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഓഡിയൻസിലേക്ക് ഈസിലി എത്തിക്കാൻ സഹായിക്കുന്ന ഷോട്ടുകളാണ്. ഇനിയും അഞ്ചാമത്തത് പവർ അല്ലെങ്കിൽ കൺട്രോൾ കാണിക്കാൻ വേണ്ടി മിറർ ഷോട്ടുകൾ ഉപയോഗിക്കുന്നതാണ്. കണ്ണാടി കഥാപാത്രത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും നിയന്ത്രണത്തിന്റെയും പ്രതിഫലനമായിട്ടാണ് ഇങ്ങനെയുള്ള മിറർ ഷോട്ടുകളിൽ വരാറുള്ളത്. ഇത് പ്രേക്ഷകർക്ക് ആ ക്യാരക്ടറിന്റെ ശക്തമായ സ്വഭാവത്തെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആറാമത്തത് വൾണറബിലിറ്റി അല്ലെങ്കിൽ വീക്ക്നെസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ക്യാരക്ടർ വേദനയോ നഷ്ടമോ ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ കഥാപാത്രം കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുമ്പോൾ അവന്റെ ഉള്ളിലെ ദുഃഖവും ഭയവും പ്രേക്ഷകർക്ക് പൂർണ്ണമായും ഒരു ദൃശ്യമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു. ഏഴാമത്തത് സെഡക്ഷൻ അല്ലെങ്കിൽ വാനിറ്റി. ക്യാരക്ടർ കണ്ണാടി നോക്കി ഒരുങ്ങുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ആകർഷിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ആ ക്യാരക്ടറിന്റെ ആഗ്രഹങ്ങളുടെ ദൃശ്യരൂപമാണ്. ഇത് ക്യാരക്ടറിന്റെ സ്വയം കണ്ടെത്തലുകളും പ്രണയവും ഒക്കെ ഓഡിയൻസിലേക്ക് ഈസിലി എത്തിക്കാൻ സഹായിക്കുന്ന ഷോട്ടുകളാണ്. എട്ടാമത്തത് അതർ വേൾഡിനെസ്, അതായത് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനും മിറർ ഷോട്ടുകൾ ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ മിറർ വരുന്നത് യാഥാർത്ഥ്യത്തിനും അതുപോലെ തന്നെ ഒരു ഇമാജിനറി വേൾഡിനും ഇടയ്ക്കുള്ള ഒരു നേരിയ വരമ്പായിട്ടാണ്. ഒമ്പതാമത്തത് ട്രൂത്ത് അല്ലെങ്കിൽ റെവലേഷന് വേണ്ടി മിറർ ഷോട്ടുകൾ ഉപയോഗിക്കുന്നതാണ്. മിറർ ഷോട്ടുകൾ കഥയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഷോട്ടുകളിൽ കഥാപാത്രത്തിന്റെ യഥാർത്ഥ മുഖമോ മറഞ്ഞിരിക്കുന്ന സത്യമോ ഒക്കെ കണ്ണാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ രംഗങ്ങൾ മിക്കപ്പോഴും ഫിലിം മേക്കേഴ്സ് വെക്കുന്നത് കഥയുടെ നിർണായക നിമിഷങ്ങളിലായിരിക്കും.